ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രനോട് വെല്ലുവിളി ആവർത്തിച്ച് കോൺഗ്രസ് വക്താവ് സന്ദീപ് ജി വാര്യർ. വോട്ട് ചോരി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം എം.എൽ.എയുടെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സന്ദീപ് ജി വാര്യർ. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പി. ഗൂഢാലോചന നടത്തിയെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വോട്ട് കൊള്ളയുടെ ആധികാരിക തെളിവുകൾ നിരത്തി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന് കാവലൊരുക്കാൻ പോരാട്ടം നടത്തുന്ന രാജ്യത്തിന്റെ രാജകുമാരൻ രാഹുൽ ഗാന്ധിക്ക് പോരാട്ടം തീരം പകർന്നുകൊണ്ട് നജീബ് കാന്തപുരം എം.എൽ.എ. നയിക്കുന്ന ഐക്യദാർഢ്യ റാലി നൈറ്റ് മാർച്ച് ഈ ഭാഗത്തിന്റെ പിറകിലായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ബി.ജെ.പിക്ക് അധികാരത്തിലേറാൻ സൗകര്യമൊരുക്കിയെന്ന് ആരോപിച്ചാണ് നജീബ് കാന്തപുരം എം.എൽ.എയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. കൃത്യമായ പഠനം നടത്തി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു നൈറ്റ് മാർച്ച്. നൂറുകണക്കിന് UDF പ്രവർത്തകർ നൈറ്റ് മാർച്ചിൽ അണിനിരന്നു. മലയാളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ബി.ജെ.പിയുടെ കമ്മീഷൻ ഏജന്റ്, ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങളടങ്ങിയ പ്ലക്കാർഡുകളും തീപ്പന്തവുമേന്തിയാണ് ആളുകൾ മാർച്ചിൽ അണിനിരുന്നത്. മാർച്ച് ടൗൺ സ്ക്വയർ പരിസരത്ത് സമാപിച്ചു. ഇന്ത്യൻ ഭരണഘടനയെ വികൃതമാക്കാൻ നരേന്ദ്രമോദിക്ക് ഒരിക്കലും സാധിക്കില്ലെന്നും രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിക്കുമെന്നും നജീബ് കാന്തപുരം എം.എൽ.എ. പറഞ്ഞു. നമ്മുടെ പൂർവ്വസൂരികളായ മനുഷ്യർ മതം നോക്കാതെ, ജാതി നോക്കാതെ ഈ രാജ്യത്തൊരു പോരാട്ടം നടത്തിയിട്ടുണ്ട്. അത് ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാളികളുടെ ചോരയാണ് ഞങ്ങളുടെ ഞരമ്പുകളിലെങ്കിൽ രാഹുൽജി, ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു, ഏതു തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഈ രാജ്യത്തുണ്ടായാലും ഞങ്ങൾ ജീവൻ നൽകി കൊക്കിൽ അവസാന ശ്വാസം വരെയും പോരാട്ടത്തിന് അങ്ങയുടെ പിറകിലുണ്ടാകും. രാജ്യത്തിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധി നിർഭയനായി പോരാട്ടം നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനത അണിനിരക്കുമെന്നും ഇതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ മോദിക്കും കൂട്ടർക്കും സാധിക്കില്ലെന്നും എം.എൽ.എ. പറഞ്ഞു. സമാപന സംഗമത്തിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യത്തിന്റെ ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും വെല്ലുവിളിക്കുന്നവർക്ക് കാലം മാപ്പ് നൽകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിച്ചുവെന്നും സന്ദീപ് ജി വാര്യർ പറഞ്ഞു. അമ്പയർ തന്നെ ബാറ്റിംഗിനിറങ്ങുന്ന നടപടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്നും ഇലക്ഷൻ കമ്മീഷൻ ബി.ജെ.പിക്ക് വേണ്ടി അടിമപ്പണിയെടുക്കുകയാണെന്നും സന്ദീപ് ജി വാര്യർ കുറ്റപ്പെടുത്തി. കെ സുരേന്ദ്രൻ ധൈര്യമുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറാവണമെന്ന് സന്ദീപ് വാര്യർ വെല്ലുവിളി ആവർത്തിച്ചു. ചങ്കൂറ്റമുണ്ടെങ്കിൽ സുരേന്ദ്രൻ തൃശൂരിൽ മത്സരിക്കണമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. തൃശൂരിലെ കോൺഗ്രസ്, തൃശൂരിലെ UDF ബി.ജെ.പിയെ അതിന്റെ മടയിൽ തന്നെ പരാജയപ്പെടുത്തും, ഒരു തർക്കവും വേണ്ട. ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ്. മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച് പറയുന്നത് ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് സുരേന്ദ്രൻ ധൈര്യമുണ്ടെങ്കിൽ തൃശൂരിൽ മത്സരിക്കാൻ വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന, ഞങ്ങളുടെ ആവശ്യം. സമാപന സംഗമത്തിൽ A.K. നാസർ, C. സുകുമാരൻ, A. ആനന്ദൻ, A.K. മുസ്തഫ, ജോർജ്, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, നാലകത്ത് ഷൗക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.